സമയത്ത് ഞങ്ങൾ Thank you. Good morning. Good afternoon. Okay. So നിങ്ങൾ എല്ലാവരെയും ഈ ക്യാമ്പിൽ വെച്ച് കാണുവാൻ സാധിച്ചത് എനിക്കും അധിക സന്തോഷമുണ്ട്. I hope what you learn here will be a blessing. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. I'm sure you are all in social media അല്ലേ? ഒന്നിൽ കൂടുതലുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർ എത്ര പേരുണ്ട്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ഒന്നിൽ കൂടുതൽ. കൈ ഒന്നും കൂടെ കാണിക്കാമോ? ഓക്കെ, വെരി ഗുഡ്. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഫോളോ മീ ഓൺ എന്നുള്ള ഐക്കോൺ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടില്ലേ? ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ നമുക്ക് സ്നാപ്ചാറ്റിലായാലും ഈവൻ യൂട്യൂബിലായാലും ഞാൻ ഇപ്പം നോക്കുമായിരുന്നു. ഈവൻ ഇൻ വാട്സാപ്പ് റീസെൻ്റ്ലി they have introduced the whole thing called ഒരു അപ്ഡേറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഫോളോ എന്നാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഞാൻ നോക്കുമായിരുന്നു ആരെയാണ് ഈ ഫോളോ ചെയ്യാൻ അവർ പറയുന്നത്. അത് നോക്കിയപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് കാഷ്വലായിട്ട് നോക്കുക കേട്ടോ. അതിനകത്തുള്ള പേരൊക്കെയും ആരാന്ന് പോലും നമുക്കറിയില്ല. മോണിക്ക റായ് ഒഫീഷ്യൽ, 712,000 ഫോളോവേഴ്സ്. എന്നിട്ട് ലൈബ മീഷോ, എന്തൊക്കെയോ പേരാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ തൊട്ടടുത്തൊരു ബട്ടണുണ്ട് ഗ്രീൻ കളർ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും എന്ത് ചെയ്യും? അവരുടെ ഫോളോവറായി തീരുകയാണ്. റൈറ്റ്? അപ്പോൾ ഈ ഫോളോ മീ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ എല്ലാ സെലിബ്രിറ്റീസും അവർ ആഹ്വാനം ചെയ്യുന്ന എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ യു ഫോളോ മീ, റൈറ്റ്? അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തിനു വേണ്ടിയാണ് അവരെ ഫോളോ ചെയ്യാനുള്ള ഒരു ആഹ്വാനം നമുക്ക് അവർക്ക് തരുന്നത്. ഐ വാണ്ട് സം ഡിസ്കഷൻ ഹിയർ. അപ്പം എന്തിനു വേണ്ടിയാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്? എന്തോ കാര്യം അറിയാൻ വേണ്ടിയാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്. പറയാമോ എന്തിനു വേണ്ടിയാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്? അവരുടെ ബ്രാൻഡ്, പിന്നെ അവരെ ആൾക്കാർ ഉപയോഗിക്കും അല്ലെ? അവരെ പല കമ്പനിക്കാരും അവരുടെ ബ്രാൻഡ് വിൽക്കുവാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ഉപയോഗിക്കും. അത് നമുക്കറിയാലോ. സച്ചിൻ തെണ്ടുൽക്കറൊക്കെയും പരസ്യങ്ങളിൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അല്ലെങ്കിൽ പല സെലിബ്രിറ്റീസും സിനിമാ നടിമാരായാലും അവരെ പിന്നെ വലിയ വലിയ കമ്പനികൾ എന്ത് ചെയ്യുക? അഡ്വർടൈസ്മെന്റ് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ അവര് പറയുമ്പോ അവരെ അനുഗമിക്കുന്നവർ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നവർ വിചാരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നല്ലതാണ്. ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ദാറ്റ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്
ഈ ഫോളോ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളില് വേറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള വലിയൊരു താല്പര്യമൊന്നുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുക. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ട് ഇമിറ്റേറ്റ് ചെയ്തത് ആരെയാണ്? അപ്പനെയും അമ്മയും അല്ലേ? ശരിക്കും പറഞ്ഞാൽ അവര് നടക്കുന്ന പോലെ നടക്കുക, അവര് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. സോ അങ്ങനെയാണ് പല കാര്യങ്ങളും ഈ ലോകത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്നത് തന്നെ. യു ഫോളോ സംവൺ ആൻഡ് ദെൻ യു ഇമിറ്റേറ്റ്. അവര് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുക. അങ്ങനെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ആരെ ഫോളോ ചെയ്യും? ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? കളിക്കുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ, ഫുട്ബോൾ അല്ലേ? ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? കളിക്കാറുള്ളവർ എത്ര പേരുണ്ട്? Many of you, maybe, right? അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ഒരു ഫുട്ബോൾ താരത്തിനെ ഫോളോ ചെയ്യുവാണെങ്കിൽ obviously the reason അവരെ ഫോളോ ചെയ്യാനുള്ളത് അവര് കളിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? കളിക്കാനുള്ള താല്പര്യമുള്ളതുകൊണ്ട്. You understand what I'm trying to say? അപ്പൊ ഈ ഫോളോ ചെയ്യണമെന്നുള്ള ഒരു ഇൻഹറന്റ് നേച്ചർ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇൻഹറന്റ് നേച്ചർ. അപ്പൊ അതാണ് മുതലാക്കുന്നത് ആര്? ഈ ലോകത്തിലുള്ളവർ അതാണ് മുതലാക്കുന്നത്. അപ്പൊ അവര് എന്തോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആഹ്വാനം കൊടുക്കുക, എന്നെ പോലെ ആയിത്തീരണോ, ഞാൻ കളിക്കുന്നത് പോലെ നിങ്ങൾ കളിക്കണോ, ഞാൻ ഉടുക്കുന്നത് പോലെ നിങ്ങൾ ഉടുക്കണോ. ഓക്കെ, തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സിനിമ പ്രാന്ത് കുറച്ച് അധികമാണ്. ഞാൻ തമിഴ്നാട്ടിനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ ജനിച്ച് വളർന്നത് തമിഴ്നാട്ടിലാണ്. അപ്പൊ അവിടെയൊക്കെ പലപ്പോഴും എന്തോ പറഞ്ഞാൽ ഒരു സിനിമയിൽ ഒരു നടൻ ഇടുന്ന ഡ്രസ്സ്, അതേ ഡ്രസ്സ് കുറച്ച് നാൾ കഴിയുമ്പോൾ എവിടെ വരും? മാർക്കറ്റിൽ ട്രെൻഡിങ് ആയി വരും. അല്ലെങ്കിൽ ആ സിനിമ നടൻ വെച്ചതുപോലത്തെ ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യും? ആൾക്കാർ വെച്ച് തുടങ്ങും. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്? സോ ഈ ഫോളോയിങ് നേച്ചർ നമുക്കുണ്ട്. മറ്റാൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? അത് മുതലാക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാൻ പോകുന്നത്, ഈ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടല്ലോ, തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോ തന്നെ he became an instant celebrity. ഒരുപക്ഷെ കർത്താവിനൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരുന്നെങ്കിൽ I think he would have had what? So many what? Followers. Okay? ഞാൻ ഒരു കാര്യം പറയട്ടെ. You know, he put together all the social media influencers. അവരെ വിളിക്കുന്നത് എന്തെന്നാ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. Put together ഈ ലോകത്തിൽ അധികം ഫോളോവേഴ്സ് ഉള്ളത് ആരാന്നറിയോ? റൊണാൾഡോ. Putting together all, it's more than, you know what, close to 600 million people are whose followers. ഈ റൊണാൾഡോ. ഓക്കെ, അങ്ങനെ പല താരങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് തന്റെ പബ്ലിക് മിനിസ്ട്രി എപ്പോഴാണ് തുടങ്ങിയത്? തന്റെ 30-ാമത്തെ വയസ്സ് തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ you know what, large multitudes of people followed him. എവിടെ പോയാലും ആൾക്കാരാണ് ആരുടെ പിന്നിൽ? കർത്താവിന്റെ പിന്നിൽ. ഒരു വാക്യം മാത്രം നിങ്ങൾ വായിക്കണം. Okay, let me read this for you. Maybe കറണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, we will manage. Okay, now can you read Matthew chapter 4 verse 25? 4 verse 25. അവനവനെ സൗഖ്യമാക്കി ഗലീല, തെക്കപ്പുറം, യെരുശലേം, യഹൂദയ, യോർദാനിക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരത്തോടെ എത്തുന്നു. അപ്പൊ ഒത്തിരി പുരുഷാരെന്നാണ് വായിക്കുന്നത് അല്ലെ? ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്സ് ഫോളോഡ് ഹിം. അപ്പൊ ഈ കർത്താവിന്റെ പിന്നെയും ആൾക്കാർ വന്നു. ലോട്ട് ഓഫ് പീപ്പിൾ ഫോളോഡ് ഹിം. എന്തിനു വേണ്ടി കർത്താവിന്റെ പിന്നിൽ പോയത്? മെസ്സിയുടെ പിന്നിൽ എന്തുകൊണ്ട് ആൾക്കാർ പോകുന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്തിനാണ് ഈ കർത്താവിന്റെ പിന്നിൽ ആൾക്കാര് ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തു? പിന്നെ
സൗഖ്യം നൽകി, കേൾക്കാനും കാണാനും വേണ്ടിയൊക്കെ ആൾക്കാർ ഒത്തിരി പേര് എന്ത് ചെയ്തു? കർത്താവിന്റെ പിന്നിൽ പോയെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കർത്താവ് ഇതിലൊന്നും തൃപ്തിപ്പെട്ടില്ല. കർത്താവിന് ഈ വലിയ പുരുഷാരം കർത്താവിനെ എക്സൈറ്റ് ചെയ്തില്ല. നമുക്കൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എന്തുമായിരിക്കും പറഞ്ഞൊന്നും നമുക്ക് എങ്ങനെ ഒരു 50,000 ഒക്കെ വിടും, ഒരു 2,000 പേരുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തുമായിരിക്കും? നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെ? ഈ പണ്ടൊക്കെ ഫേസ്ബുക്ക് തുടങ്ങിയപ്പോ ആൾക്കാർ സ്റ്റാമ്പ് കളക്ഷൻ പോലെയായിരുന്നു. ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഇൻവിറ്റേഷൻ അയക്കുക. അന്നേരം ചിലപ്പോൾ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു, അങ്കിളുടെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, എനിക്ക് പോലും അറിയില്ല എപ്പോ അവനെ ആഡ് ചെയ്തിട്ടുള്ളത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? സോ ഇഫ് യു ലുക്ക് അറ്റ് ജീസസ്, ഇത്രയും പുരുഷാരം കർത്താവിന്റെ പിന്നിൽ വന്നിട്ടും ഇവർ കർത്താവിന് എന്തില്ലായിരുന്നു? അവരുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് ചെയ്തു കൊടുത്തു. എന്തിനു വേണ്ടി അവർ വന്നോ അതൊക്കെ കർത്താവ് എന്ത് ചെയ്തു? ചെയ്തു കൊടുത്തു. സുഖം ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്തു? സുഖം കൊടുത്തു അല്ലെ? കാഴ്ചക്കാരായിട്ട് വന്നവർക്ക് കർത്താവ് എന്ത് ചെയ്തു? കാണാനുള്ള അവകാശം കൊടുത്തു. കർത്താവ് പ്രസംഗിച്ചു, കേൾക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്തു? കേട്ടു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ ഇടയിൽ കർത്താവ് ചിലവരെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പുരുഷാരൻ തന്നെത്താനെ കർത്താവിന്റെ പിന്നിൽ എന്ത് ചെയ്തു? പോയവരുണ്ട്. എന്നാൽ ഇവരുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? ചിലരെ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വിളിച്ചു. So that is something for us to think about. Okay. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, you know what? ഈ പുരുഷാരത്തിനും കർത്താവ് വിളിച്ചവർക്കും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്തെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. കർത്താവ് ചിലരെ നോക്കിയിട്ട് പറഞ്ഞു, you come and follow me as a disciple. എന്റെ ശിഷ്യനായി തീരുക എന്നുള്ള വിളി കർത്താവ് എന്ത് ചെയ്തു? ഇവർക്ക് കൊടുത്തു, ചിലർക്ക്. അതും എല്ലാവരും അത് എന്ത് ചെയ്തില്ല? ഫോളോ ചെയ്തില്ല. അതിൽ പലരും, കർത്താവാൽ വിളിക്കപ്പെട്ടവർ പലരും തന്നെ അവരെ ചില സമയങ്ങളിൽ എന്ത് ചെയ്തില്ല? കർത്താവിന്റെ പിന്നെ പോകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കർത്താവിൽ കൂടെ എന്ത് ചെയ്യണം? സാധിച്ചെടുക്കണം. എന്നാൽ കർത്താവ് പറയുന്ന രീതിയിൽ അനുഗമിക്കാനുള്ള എന്തില്ല? മനസ്സില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് രീതിയിലാണ് കർത്താവിനെ അനുഗമിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കർത്താവിന്റെ പിന്നിൽ നിങ്ങൾ വരുന്നത്? നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? Why are you following Christ? എന്തിനു വേണ്ടി? ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുക. Why? For what reason? ഒരു പ്രാവശ്യം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു നമ്മുടെ എന്താ പറയുക യൂത്ത് ഗ്രൂപ്പിലൊക്കെ ചില സഹോദരന്മാർ പറഞ്ഞത്, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ അറിയുന്നത് ഇത്രേ ഉള്ളൂ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്തുവാണ് ഈ കർത്താവിനെ കുറിച്ചാണ് കേൾക്കുന്നത്. ജനിച്ചപ്പോ തൊട്ട് ഞാൻ എന്ത് ചെയ്യുക? ഇങ്ങനെ ചർച്ചിൽ പോകുന്നു, വരുന്നു, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്. സോ ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. ഓക്കെ. അപ്പൊ പുള്ളി പറഞ്ഞത് പ്രത്യേകിച്ച് എന്തില്ല, കാരണങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാന് നിങ്ങളോട് ചോദിക്കുന്ന ആ ചോദ്യം, നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, കർത്താവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ, if you are following Christ, ask yourself why you are following. എന്തായിരിക്കും? നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ
കർത്താവിനെ അനുഗമിക്കുമായിരുന്നു? Why? ഈ രണ്ട് കാറ്റഗറി മനസ്സിലാകും. ഒരു കാറ്റഗറി എന്തോ പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആരെടുത്ത് വരുന്നത് കർത്താവിന്റെ അടുത്ത് വരുന്നത്. ആവശ്യങ്ങൾ ദൈവം സാധിച്ചു കൊടുക്കും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങളും ആവശ്യങ്ങൾക്ക് വേണ്ടി ആയി മാത്രമാണ് കർത്താവിന്റെ പിന്നിൽ വരുന്നത്. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ, എനിക്ക് നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ നല്ല പഠിത്തം എനിക്ക് വേണം, നല്ലൊരു കുടുംബജീവിതം വേണം. ഇതൊക്കെ കർത്താവിന്റെ പിന്നിൽ വരുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണോ ഈ വരുന്നത്? ഐ വോണ്ട് യു ടു സീരിയസ്ലി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ പേപ്പർ ഉണ്ടല്ലോ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ പേപ്പർ ഉണ്ടല്ലോ. നിങ്ങൾ ഒരു 3 കാരണങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്തുകൊണ്ടാണ് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയത്. യു ട്രൂലി അഡ്രസ്, ആസ്ക് യുവർസെൽഫ് ദിസ് ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കർത്താവിന്റെ പിന്നെ നടക്കുവാൻ ഞാൻ തുടങ്ങിയത്? Can you open your notebook and write? ദയവേത് ഞാൻ പറയുന്നത്, this is only for you. I am not going to ask anyone to read it. Okay? I will give you 2 minutes for you to write. എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറയുവാണെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. You understand? അപ്പനെ അമ്മയെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വട്ടെന്ന് പറഞ്ഞാൽ അത് എഴുതിക്കോ. കാരണം ഉള്ളത് എഴുതുന്നതല്ലേ നല്ലത്. യെസ്, ഇതിൽ കോപ്പി അടിക്കില്ല കേട്ടോ. ബാക്കിയുള്ള കാര്യത്തിൽ കോപ്പി അടിച്ചാലും കുഴപ്പമില്ല, ഇതിൽ കോപ്പി അടിക്കില്ല. ഓക്കെ, റൈറ്റ്. അടുത്ത വേറൊരു ചോദ്യം ചോദിക്കാൻ പോലെ, ഈ ആത്മീയ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? സ്പിരിച്വൽ പേഴ്സൺ. ആരാണ് ഒരു ആത്മീയൻ? ഇപ്പം പറയാമോ എങ്ങനെ ആത്മീയന്മാരെ കണ്ടുപിടിക്കുന്നത്? ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കണോ? സാവോന്റെ പേരെന്തോ? ഫിബിൻ. ഫിബിൻ ഒരു ആത്മീയനാണോ? രക്ഷിക്കപ്പെട്ടു ആത്മീയനായി. ഓക്കെ, ഒരു ആത്മീയന്റെ എന്തോ മാർക്സ് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്? പ്രവൃത്തി കൊണ്ട്. എന്തൊക്കെ പ്രവർത്തിക്കും? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറയുന്നത് കേട്ടോളൂ. പലപ്പോഴും നമ്മള് ഈ ആത്മീകൻ എന്ന് പറയുന്നതിന് നമുക്ക് ചില എന്തോ വെച്ചിട്ടുണ്ട്, നമ്മൾ ചില മാർക്ക് വെച്ചിട്ടുണ്ട്. മാർക്ക് എന്ന് പറയുമ്പോൾ ഈ മാർക്കല്ല, അടയാളങ്ങൾ. ഓക്കെ, ഏതൊക്കെയാണ് ഈ അടയാളങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്? എന്തോ ഞായറാഴ്ച മുടങ്ങാതെ എന്ത് ചെയ്യുക, പള്ളിയിൽ പോവുക, പിന്നെന്തോ പിന്നെ എഴുന്നേറ്റ് എന്തോ ഒരു ചിന്ത, എന്തെങ്കിലും ഒന്ന് പറയുക, പിന്നെ പറഞ്ഞ എല്ലാ ക്യാമ്പിനും പോവുക, പിന്നെ സ്നാനപ്പെടുക, പിന്നെ ഞായറാഴ്ച അപ്പം മുറിക്കുന്നതിൽ എന്ത് ചെയ്യുക, അതിൽ കൂട്ടായ്മ, പിന്നെ കുറെ കാര്യങ്ങളില്ലേ, ഒരു പാട്ടൊക്കെ വെച്ചിട്ട് സൗണ്ടിൽ പാടുക, പിന്നെ വേറെ ഡിപിയിലൊക്കെ വിലപ്പെട്ടൊക്കെ ഒരു വാക്യം എന്ത് ചെയ്യുക, അങ്ങ് കയറ്റി വിടുക, പിന്നെ വേറെ
ആ സഭയിലെ ആക്ടിവിറ്റി എന്തൊക്കെയാ പറഞ്ഞു? എന്തോ ആ എല്ലാത്തിനും പോണം. പിന്നെ വേറെ മധ്യ ശുശ്രൂഷയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തികഞ്ഞ ആത്മീയനാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആത്മീയനല്ലാത്തവർക്ക് ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ പറ്റും. Let's talk about it. ആത്മീയം അല്ലാത്തവർക്കും ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ പറ്റും, ചെയ്യാം. പിന്നെ വേറെ കാര്യം, ആത്മാവിന്റെ പറഞ്ഞ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. പിന്നെ എന്തോ പറഞ്ഞ വലിക്കില്ല, പിന്നെ അടുത്ത കള്ളു കുടിക്കില്ല, പിന്നെ MDMA ഒരു അടുത്ത് പോലും എന്ത് ചെയ്യില്ല, പോകത്തില്ല. പിന്നെന്തുവാ, സിനിമ കാണത്തില്ല, എവിടെ തിയേറ്ററിൽ പോയി ഇതൊക്കെ കാണാം. ഫുൾ പടം കാണാറില്ല, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, അത് ഷോർട്സ് കാണാം. പിന്നെ പിന്നെ കുറച്ച് എന്തോ പറഞ്ഞ അങ്ങനെ പെമ്പിള്ളാരോട് ചേർന്നൊന്നും എന്ത് ചെയ്യില്ല, വലിയ ആൾക്കാർ കാണുന്ന അങ്ങനെയൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല. ഓ എന്ന് പറഞ്ഞേ, അങ്ങനെയൊന്നും മനസ്സിൽ നടക്കാറില്ല. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒന്നും എനിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ വെളിയിലുള്ളവരും ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഒരു നല്ല മോന. ചിലപ്പോ നമ്മളെയൊക്കെ അവരെന്താക്കും, എക്സാമ്പിൾ ആക്കും. ബെൻഹിനെ കണ്ടുപിടിക്ക്. അപ്പൊ ഞാൻ പറയാൻ വരുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം മക്കളെ. ഇതെല്ലാം ചെയ്താലും നമുക്ക് ബന്ധമില്ലെങ്കിൽ, ആരുമായിട്ട്, കർത്താവുമായിട്ടുള്ള തനിച്ചുള്ള ഒരു ബന്ധമില്ലെങ്കിൽ, all these religious activities can still be what? Performed so well. പഴയ നിയമത്തിലെ ഒരു കാര്യം പുതിയ നിയമത്തിലെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. പഴയ നിയമത്തിലെ കാര്യം നിങ്ങൾ 1 ശമൂവേൽ പുസ്തകം അറിയാലോ, ആദ്യത്തെ 3 ചാപ്റ്റർ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളി എന്ന് പറയുന്നത് അന്ന് ടെമ്പിളില്ല, ഒരു കൂടാരം ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു ശീലോ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ആയിരുന്നു ഇവരെന്തിനു വരുന്നത്, ദൈവത്തെ ആരാധിക്കാൻ വരുന്നത്. മനസ്സിലായോ? ആ 3 അധ്യായങ്ങൾ വായിച്ച് നോക്കിയാലുണ്ടല്ലോ, അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അവിടെ അതുപോലെ യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ദൈവം ഇവരോട് എന്ത് ചെയ്യുന്നില്ലായിരുന്നു, സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പൊ എന്തോ പറഞ്ഞ അവിടെ പോയി ഇരിക്കുക, ഇതെല്ലാം കാണുക, തിരിച്ചെന്ത് ചെയ്യുക, വരിക. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം. പുരോഹിതന്മാർക്ക് പോലും എന്തിനു വേണ്ടിയാ അവരിതൊക്കെ ചെയ്യുന്നെന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയത്തില്ല. ആരാണ് പുരോഹിതന്മാര്? ഏലിയും ഏലിയുടെ മക്കൾ 2 പേരും. ആ മക്കൾ ആരാണ്? ഹോപ്നിയും ഫിനെഹാസും. ഓക്കെ, ഇവരെ കുറിച്ച് വേദോസ്തം എന്തോ പറഞ്ഞറിയോ, സൺസ് ഓഫ് ബേലിയാൽ. അതാണ് ഒരു പദം, സൺസ് ഓഫ് ബേലിയാൽ. അതിന്റെ അർത്ഥം എന്തോ പറഞ്ഞ, ദൈവം ആരാന്ന് പോലും അറിയാത്തവർ എവിടെയാ അവര്? ദൈവത്തിന്റെ ശുശ്രൂഷയിലാണ്. സാധ്യത ഉണ്ടോ? ഉണ്ടോ? സാധ്യത ഉണ്ടോ? അപ്പൊ അവരാരാ? പുരോഹിതന്മാരാണ്. ഞാൻ ഈ യാഗം എന്തിനാ ദൈവം ഏർപ്പെടുത്തിയത്? Why did God institute sacrifice? നിങ്ങൾ പറഞ്ഞു. ഓരോ പ്രാവശ്യവും അവർ ഈ സാക്രിഫൈസ് ചെയ്യാൻ പോകുമ്പോൾ ദൈവം വിശുദ്ധിയുള്ള ദൈവമാണെന്നുള്ളതും ഞങ്ങൾ ആരാണ്, ഞങ്ങൾ പാപികളാണെന്നുള്ളതും ഓർപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്, ഈ യാഗങ്ങള് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ ചിന്തിച്ചു നോക്കി, ഇവർ യാഗങ്ങളോടെ എന്തുവാ, യാഗങ്ങൾ അർപ്പിക്കുക. പക്ഷെ ഉമ്മാർക്ക് എന്ത് വരുന്നില്ല, അവർക്കെന്തോ പറഞ്ഞ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചും അതുപോലെ തന്നെയും സ്വന്തം പാപത്തിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഇല്ലാതെ ജീവിക്കുക.
പറയട്ടെ, ഇന്നും നമ്മുടെ ഇടയിൽ ഈ രീതിയിലുള്ള ആത്മീയർ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ നിയമത്തോട് വരാം. പുതിയ നിയമത്തിൽ നല്ലതായിട്ട് വചനം പഠിച്ചിരുന്നവരുടെ പേരെന്തുവാ? അതെ, നന്നായിട്ട് വചനം പഠിച്ചവരും പഠിപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടമുണ്ട്. അവരുടെ പേരെന്തുവാ? പരീക്ഷന്മാരും സ്ക്രൈബ്സും ശാസ്ത്രിമാരും. ഓക്കെ, കർത്താവിന് ശരിക്കും പറഞ്ഞാൽ 3.5 വർഷത്തിലധികം വഴക്ക് പറഞ്ഞത് ആരെയാണ്? ഇവരെയാണ്. എന്തൊക്കെയാ പറഞ്ഞു വിളിച്ചത്? എന്തൊക്കെയാ? ശരിക്കും പറഞ്ഞു കർത്താവ് ഇവരെ ഒത്തിരി ബഹുമാനിക്കേണ്ടതല്ലേ? ആയിരുന്നല്ലോ വചനം അറിയുന്നവരും പഠിപ്പിക്കുന്നവരും. പക്ഷെ കർത്താവ് കണ്ടപ്പോൾ കർത്താവ് മനസ്സിലായി ഇവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. പക്ഷെ ഈ ആത്മീയ പരിപാടികളെല്ലാം ഉണ്ട്. അവരെ പോലെ ആത്മീയ പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥിക്കുന്നത് 3 നേരത്തിൽ വിടാതെ പ്രാർത്ഥിക്കും. കാശ് കൊടുക്കുന്ന കാര്യത്തില് കൊടുക്കും. വീട്ടിൽ കിട്ടുന്ന എല്ലാത്തിന്റെ ഒരു പങ്ക് എന്ത് ചെയ്യും? ദശാംശം ദൈവത്തിന് കൊടുക്കും. അത് മാത്രമല്ല, ഒരാളെ അവരെ പോലെ മാറ്റണമെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും പോയി അവരെ കുറിച്ച് എന്ത് ചെയ്യും? അവർക്ക് ഇവരുടെ രീതിയിൽ കാര്യങ്ങൾ അറിയിച്ച് ഇവരെ പോലെ മാറ്റിയെടുക്കും. ഇവാഞ്ചലിസം ഇതെല്ലാം ഉള്ളവരാണ്. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞത് അവരെ കുറിച്ച്? ദൈവം തന്നെ കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ ഈ വേദപുസ്തകത്തിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഏതിൽ? ഈ വേദപുസ്തകത്തിൽ. എന്നാൽ ആ കർത്താവിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അൾട്ടിമേറ്റ്ലി ഇതാണ് ചോദ്യം. You really have a relationship with Christ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ പറയട്ടെ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു ഡേറ്റ് അറിയോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. ഓക്കെ, പലർക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കാണും? കൈപൊക്കി കാണും. അല്ലെങ്കിൽ ഒരു എന്തോ ആരെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റു പറഞ്ഞ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു കാണും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്തോ പറഞ്ഞാൽ ഇന്ന് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇന്ന് ഞാൻ ആ ദൈവവുമായിട്ട് ഇന്ന് ഞാൻ സംസാരിച്ചോ? ഇന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ? These are the questions no we need to what? Answer. So here is the question: do you have a relationship or you are just following what? The religion. ഈ കർത്താവ് വിളിച്ചെന്ന് പറഞ്ഞില്ലേ, ഒരു കൂട്ടം ആൾക്കാര് ആരുടെ പിന്നെ പോയി? കർത്താവിന്റെ പിന്നെ പോയാലും അവർക്കൊക്കെ എന്തില്ലായിരുന്നു? ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ആവശ്യമുള്ളപ്പോൾ വരും, കാര്യങ്ങൾ സാധിക്കും, പക്ഷെ എന്തില്ല? ഒരു റിലേഷൻഷിപ്പ്. ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ട്, ഈ നമുക്ക് ഇപ്പൊ എന്തൊക്കെ പറയട്ടെ, ഈ മെസ്സിനെ കുറിച്ച്, മെസ്സി നിങ്ങൾക്ക് ദൈവമായിക്കോട്ടെ, ഞാൻ പറയട്ടെ, വീട്ടില് മെസ്സിയുടെ പോസ്റ്റർ എവിടെ തിന്നാലും എന്തോ പറഞ്ഞു മെസ്സിയുടെ എന്തുവാ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കുക. ഓക്കെ, നിങ്ങൾ മെസ്സിയുടെ ഒരു മാച്ച് പോലും നിങ്ങൾ ചെയ്തില്ല. മെസ്സിയുടെ ഒരു മാച്ച് പോലും ഒരു പക്ഷെ നിങ്ങൾ കാണാണ്ടിരിക്കത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മെസ്സിക്കും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? അതുകൊണ്ട് മെസ്സിക്ക് നിങ്ങൾ ജീവിക്കുന്നു എന്നുപോലെ അറിയാമോ? ഇല്ല. കൂടിപ്പോയാൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, കൂടിപ്പോയാൽ ജീവിതത്തിൽ ഒരിക്കൽ മെസ്സിയുടെ അടുത്തൊന്ന് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൽഫി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഷർട്ടിൽ എന്ത് ചെയ്യും? ഒന്ന് ഒരു ഓട്ടോഗ്രാഫ്, അല്ലേ? ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? ആരാധകന്മാരാണ്, പക്ഷെ എന്തില്ല? ബന്ധമില്ല. അങ്ങനെ കർത്താവിന്റെ ആരാധകന്മാരായിട്ടും എന്തില്ല? പ്രയോജനമില്ല. കർത്താവിനെ ആരാധിക്കുന്നവരെന്ന് പലരും ഉണ്ട്. എന്തോ പറഞ്ഞ, കർത്താവേ നിന്നെ പോലെ വലിയവൻ, നിന്നെ പോലെ മഹത്വമുള്ളവൻ. പക്ഷെ അതുകൊണ്ട് ഇവിടെ എന്തോ പറഞ്ഞ, ആ രീതിയിലുള്ള ആരാധകന്മാർക്ക് വേണ്ടിയല്ല കർത്താവ് ലോകത്തിൽ വന്നത്.
അതുപോലെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ടോ? യു ഹാവ് സ്വിഗ്ഗി സൊമാറ്റോ ആൻഡ് ഓൾ ദാറ്റ്? ഇവിടെ ഉണ്ടോ? ഓക്കെ. നിങ്ങൾ എപ്പോൾ അവരെ വിളിക്കും? അവരെ എപ്പോഴാണ് നിങ്ങൾ വിളിക്കുന്നത്? ദിവസം രാവിലെ വിളിക്കുമോ? ഇല്ല. എപ്പോൾ വിളിക്കും? ആവശ്യമുള്ളപ്പോൾ വിളിക്കും. വിളിച്ച് വരുമ്പോൾ നിങ്ങൾ അവരോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? മോനെ സുഖമാണോ? അവർ നിങ്ങളോട് ചോദിക്കാറുണ്ടോ? ഇല്ല. അവിടെ എന്തില്ല? ദർ ഇസ് നോ റിലേഷൻഷിപ്പ്. പക്ഷേ ആവശ്യമുള്ള കാര്യം സാധിക്കുന്നുണ്ടോ? ഹലോ, ഉണ്ടോ? ഉണ്ട്. ഞാൻ പറയട്ടെ മക്കളെ, ദൈവം നല്ലവർക്കും മഴ കൊടുക്കുന്നുണ്ട്. എന്തുവാ? ഈ ലോകത്തിലുള്ള ദുഷ്ടന്മാരുടെ ഇടയിലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മഴ കൊടുക്കുന്നുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ട് എനിക്കും ദൈവത്തിന് എന്തുണ്ട്? ബന്ധമുണ്ടെന്ന് വിചാരിക്കുവാണെങ്കിൽ ഐ തിങ്ക് വി ആർ റോങ്. Are you getting my point? Okay? So the crowd was like that. But you know what? ദൈവം അവരുടെ ഇടയിൽ നിന്നും ദൈവം വിളിച്ചു, come and what? Follow me. എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചെന്നറിയോ? എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചത്? ഒരു ബന്ധത്തിന് വേണ്ടി. ഞാൻ അതുപോലെ പറയട്ടെ, ഈ വിളിക്കപ്പെട്ടവരൊക്കെയും ആദ്യം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ഈ കർത്താവ് വരാനുള്ള മെഷിക ആണ്. വി ഫൗണ്ട് ദ മെസ്സായ. അവരങ്ങനെയാ പറഞ്ഞുകൊണ്ട് നടന്നത്, വി ഫൗണ്ട് ദ മെസ്സായ. എന്നിട്ട് പിന്നെ അവരുടെ ജീവിതം ആരോടൊപ്പമായിരുന്നു? ഈ കർത്താവിനോടൊപ്പം. ഞാൻ ഇന്ന് രാവിലെ ചോദിക്കട്ടെ, ഒരു പക്ഷേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഐ വോണ്ട് ടു ആസ്ക് യു വെദർ യു നോ വാട്ട്, വെദർ യു ഹാവ് ദിസ് റിലേഷൻഷിപ്പ്, വെദർ യു ഹാവ് റിക്കഗ്നൈസ്ഡ് ഹിം ആസ് ദ മെസ്സായ. ഓക്കെ, ലെറ്റ് മീ ഓൾസോ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. നമ്മളിത് ചിന്തിക്കുകയുണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ. ഓക്കെ, കമ്മിങ് ടു ദിസ്, യേശുക്രിസ്തു ഈ ചില വ്യക്തികളെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? എന്നെ അനുഗമിക്കുക. ഈ വിളി എന്തിനു വേണ്ടി കൊടുത്തു? ഒന്ന്, അവൻ ആരാന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി, മെസ്സിഹ. രണ്ടാമത് ദൈവം കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ വന്ന് എൻ്റെ കൂടെ ഇനിയുള്ള ജീവിതം നയിക്കുക. Crowd did not do this. ആ ഉണ്ടായിരുന്ന പുരുഷാരം ഈ രീതിയിൽ കർത്താവിനെ എന്ത് ചെയ്തില്ല? അനുഗമിച്ചില്ല. ഇവർ വിളിക്കപ്പെട്ടു. അന്ന് തൊട്ട് ഇവരുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? അമ്പലങ്ങളിൽ അയ്യപ്പൻ്റെ അമ്പലത്തിൽ, ഗുരുവായൂരിൻ്റെ അമ്പലത്തിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ കൈയൊക്കെ തൊഴുത് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? എന്തോ അത്? ദർ ഇസ് എൻ എമോഷണൽ അറ്റാച്ച്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ആ ദൈവം എന്ന് പറയുന്ന വ്യക്തിനെ അവര് എന്തോ പറഞ്ഞാൽ ആ ഒരു പവറും ഓൾമൈറ്റി നേച്ചറും ഇതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ആ നടവിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ദൈവത്തിനും അവർക്കും എന്തില്ല? ബന്ധമില്ല. പിന്നെ ബന്ധം എപ്പോഴാണ് വരുന്നത്? പറഞ്ഞേ, അടുത്ത പ്രാവശ്യം നടയിൽ എത്തുമ്പോൾ. But when Christ said, you come and follow me, he said, let's start walking together. 4-ാം അധ്യായം മത്തായി 4:19 വായിക്കാമോ? 4:19. എന്റെ പിന്നാലെ വരുവിൻ. ഇതാണ് കർത്താവ് ഈ ശിഷ്യന്മാരോടൊക്കെയും പറഞ്ഞ ഒരു വാക്ക്. ഓക്കെ, ഇതിനകത്ത് നമുക്കിപ്പോ ഒരാളുടെ ജീവിതം മാത്രം ഒന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് നമുക്കറിയാം. പത്രോസ്, യോഹന്നാൻ 1:42 ഒന്ന് വായിക്കാമോ?
യോഹന്നാൻ 1:42 വാക്യം. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഉം. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, ഉം. നിനക്ക് കേഫ എന്ന് പേരാകുന്നു എന്ന് പറഞ്ഞു. ഉം. പത്രോസാകുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു കാഴ്ച നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുവാണെങ്കിൽ, ഇവനൊരു സഹോദരൻ ഉണ്ടായിരുന്നു. പേരെന്തുവാ? ആൻഡ്രൂ ആണ് ആദ്യം എന്ത് കണ്ടെത്തിയത്? മെഷിയാവിനെ കണ്ടെത്തിയത്. പോയി ആരോട് പറഞ്ഞു? തൻ്റെ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ കർത്താവിൻ്റെ അടുത്ത് ആദ്യം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ കർത്താവ് ഇവനെ നോക്കിയിട്ട് പറഞ്ഞ വാക്കുകളാണിത്. ഞാൻ ഇതൊന്ന് ഓർപ്പിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്കാനിങ് നടക്കുന്ന പോലെയാണ്. നിങ്ങൾ MRI CT സ്കാനൊക്കെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് സ്കാനിങ് മെഷീൻ എന്താ ചെയ്യുന്നത്? പറഞ്ഞേ, സ്കാനിങ് മെഷീൻ പൊതുവെ എന്തോ ചെയ്യുന്നത്? സ്കാനിങ് പറഞ്ഞ എന്തുവാ? പറഞ്ഞേ, എൻ്റെ നാച്ചുറൽ കണ്ണുകൊണ്ട് കാണാത്ത ഉള്ളിലുള്ള കാര്യങ്ങളെ എനിക്ക് എന്ത് ചെയ്യുക? പുറത്തെടുത്ത് കാണിക്കുന്നു. അതല്ലേ സ്കാനിങ് മെഷീൻ. ഓക്കെ, ഞാൻ പറയട്ടെ, സ്കാനിങ് മെഷീനിലും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ ഈ പത്രോസ് നിൽക്കുമ്പോൾ കർത്താവിന് ഈ സൈമൺ ആരാന്നുള്ളത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? അറിയാം. ഹി നോസ് ഹിസ് സ്ട്രെങ്ത്സ്, ഹി നോസ് ഹിസ് വാട്ട്? വീക്ക്നെസ്സസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, കർത്താവ് പറഞ്ഞത്, ഇപ്പം നിന്നെ എല്ലാവരും വിളിക്കുന്നത് എന്താ പറഞ്ഞു വിളിക്കുന്നത്? സൈമൺ, ശിമോനെ. വേറെ രീതിയിൽ അത് അർത്ഥം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് കിട്ടിയ ബർത്ത് നെയിമാണത്. നിനക്ക് കിട്ടിയ എന്തുവാണ്? ബർത്ത് നെയിം. ആൻഡ് ആ ബർത്ത് നെയിമും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ആർ സിൻഫുൾ നേച്ചർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത് ഉണർത്തിയിട്ടുണ്ടോ? ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, എന്നെ അനുഗമിക്കുമോ എന്ന് വിളിക്കുമ്പോൾ, എന്തിനു വേണ്ടിയാ ദൈവം വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഫോർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. ഹി വാണ്ട്സ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഇരുന്ന് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കർത്താവിന് എന്തുണ്ട്? നമ്മളെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് തക്കവണ്ണം നമ്മെ മാറ്റിയെടുക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. യു കം ആൻഡ് ഫോളോ മീ, ഐ വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ്. കർത്താവ് പറയാ ശിമോനെ നോക്കിയിട്ട്, ശിമോനെ, ദിസ് ഈസ് യുവർ ക്യാരക്ടർ, ഐ നോ യുവർ ക്യാരക്ടർ. ശിമോന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? അവന്റെ ജന്മ സ്വഭാവം എങ്ങനത്തെയാ? വെരി ഇമ്പൾസീവ് അല്ലേ? അവന് കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. കൺട്രോൾ ഇല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണമെന്ന് എന്തുവാ പലപ്പോഴും കൺട്രോൾ ഇല്ല. ഓർമ്മയുണ്ടോ? കാല് കഴിയല്ലോ, കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി. അപ്പൊ ഈ ശിമോന്റെ അടുത്ത് വന്നപ്പോൾ ശിമോൻ എന്തോ പറഞ്ഞത്? എൻ്റെ കാല് നിങ്ങൾ എന്ത് ചെയ്യില്ല, കഴുകാൻ പാടില്ല. എന്നാൽ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? കാല് മാത്രമല്ല, ഫുൾ ബോഡി വാഷ് വേണം. അതുപോലെ വേറെ ഓർമ്മയുണ്ടോ? കർത്താവ് ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ശിഷ്യന്മാരോട് പറയുക, മക്കളെ, ഞാൻ മരിക്കും, കഷ്ടത സഹിച്ച് ഞാൻ എന്ത് ചെയ്യും? മരിച്ച് പിന്നെ 3-ാം ദിവസം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേറ്റ് വരും. ആദ്യമായിട്ട് ശിഷ്യന്മാരോട് പറയുക. അപ്പൊ സൈമൺ പറഞ്ഞ എന്തോന്നറിയോ? ദേ ഇങ്ങനത്തെ വർത്താനം ഒന്നും എന്ത് ചെയ്യണ്ട, പറയണ്ട. അതിന് തൊട്ട് മുമ്പെയാണ് എന്താ ശിമോൻ പറഞ്ഞത്? നീയാണ്, യു ആർ ദ സൺ ഓഫ് ഗാഡ്, ക്രൈസ്റ്റ്. നിമിഷ നേരം കൊണ്ട് അവന്റെ ബുദ്ധി എവിടെയാ? തമിഴ്നാട്ടിൽ നിങ്ങൾ പറയാണ് കുരങ്ങ് ബുദ്ധി. കുരങ്ങന്മാരുടെ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തി. He doesn't have control over his thoughts. He doesn't have control over what? His speech. He doesn't have control over what? His actions. അല്ലേ? ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും, ഈ ഗെത്സമനെ ഗാർഡനിൽ ആരെ പിടിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്? ശിവനെ പിടിക്കാൻ വേണ്ടിയാണ് വന്നത്? ആരെ പിടിക്കാൻ വേണ്ടി വന്നത്? കർത്താവിനെ പിടിക്കാൻ വേണ്ടി വന്നു. കർത്താവ് എങ്ങനെയാ ഇരിക്കുന്നത് അവിടെ?
കാം ആൻഡ് കമ്പോസ്. കർത്താവ് ചോദിക്കുക, നിങ്ങൾ ആരെ പിടിക്കാൻ വന്നത്? ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങൾ യേശുവിനെയാണോ തപ്പുന്നത്? ഞാനാണ് യേശു. ഒരാൾക്ക് എന്തുവാ? കൂടെ ഉള്ള ശീമോൻ എന്തുവാ? വെപ്രാളം. എന്ത് ചെയ്യണമെന്നറിയില്ല. കൊണ്ടുപോയ വാൾ ഊരി എന്ത് ചെയ്തു? ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചെങ്കിൽ, ദിസ് വാസ് ഹിസ് ക്യാരക്ടർ. ദൈവം ഇതൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ദൈവം പറഞ്ഞത്, ശിമോനെ എൻ്റെ ശിഷ്യനായി നീ തീരണം. ശിമോനെ, നിന്നെ കുറിച്ച് ഐ ഹാവ് അമേസിംഗ് പ്ലാൻ ഇൻ മൈ മൈൻഡ്. ഐ വാണ്ട് ടു നോ ട്രാൻസ്ഫോം യു ഇൻ ടു എ വെരി സ്റ്റേബിൾ ക്യാരക്ടർ. ഈ ബൈബിളിലൊക്കെ ഈ പേര് മാറ്റം ഉണ്ടല്ലോ. ബൈബിളിൽ പേര് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടോ? പേരുമാറ്റം ഒറ്റ പ്രാവശ്യമല്ല, പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? പേര് മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? അബ്രഹാം എന്ന് പറയുന്ന പേര് എന്തുമായിട്ട് മാറ്റി? അബ്രഹാം. എന്താ അർത്ഥം? അബ്രഹാം എന്നുള്ള പേരിന് എന്താ അർത്ഥം? ഫാദർ ഓഫ് മെനി നേഷൻസ്. ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത വ്യക്തിക്ക് ദൈവം പറഞ്ഞ് വാഗ്ദാനമാണ് ഈ പേരിന്റെ എന്തുവാ മാറ്റം കാണിച്ചത്. അതുപോലെ യാക്കോബ്. യാക്കോബ് എന്ന് പറഞ്ഞ പേരിന്റെ എന്തോ അർത്ഥം? ഉപായി. പറഞ്ഞ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ അറിയാത്ത വ്യക്തി. എന്ത് ചിന്തിച്ചാലും ഇവൻ എന്തുവാ? ക്രൂക്കഡേ അറിയുള്ളൂ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ആർക്കില്ല? ജേക്കബിനില്ല. അപ്പനെ ചതിച്ചു, അല്ലേ? സഹോദരനെ ചതിച്ചു. അമ്മായപ്പന്റെ അടുത്തും പോയി എന്തുപോയി? ഇവന്റെ പണിയൊക്കെ ഒപ്പിക്കാനുള്ള ശ്രമിച്ചു, റൈറ്റ്? എന്നാ അവിടെ പറ്റിച്ചു, അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറയാൻ വരുന്ന കാര്യം, അപ്പൊ ദൈവം യാക്കോബിന്റെ പേര് മാറ്റിയപ്പോൾ, ഇസ്രായേൽ എന്ന് മാറ്റിയപ്പോൾ, ദൈവം ഈ പേര് മാറ്റിയതിൽ കൂടെ ഉദ്ദേശിച്ചത് എന്തോന്നറിയോ? അവനെ എന്ത് ആക്കി തീർക്കും എന്നുള്ളതാണ്. ഇവിടെ ശിമോനോട് പറയുക, ശിമോനെ നിന്നെ എല്ലാരും പത്രോസ് പറഞ്ഞ് വിളിക്കും. ആ വാക്കിന്റെ അർത്ഥം എന്തോ? കേഫാസ്, മീനിങ് വാട്ട്? റോക്ക്, സ്റ്റേബിൾ പേഴ്സൺ. മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് ദൈവം വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് തക്കവണ്ണം നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? മാറ്റണം. I tell you, when Christ calls us to be his disciples, it is actually a golden opportunity. നമുക്ക് കിട്ടുന്ന ഒരു സ്വർണ്ണ എന്തുവാ? അവസരമാണ്. ഞാൻ പറയട്ടെ, നമുക്ക് ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ ലോകത്തിൽ ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങളും നേടാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ജീവിതം മാറ്റാൻ ആർക്കൊണ്ടേ പറ്റുള്ളൂ? ദൈവത്തിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് പല കാര്യങ്ങൾ നേടാൻ പറ്റും. ഇന്ന് രാവിലെ നമ്മൾ മുകേഷ് അംബാനിയുടെ കാര്യം കേട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, മുകേഷ് അംബാനിയുടെ വീട്ടിന്റെ വില എത്രയെന്നറിയോ? അന്ന് പണിഞ്ഞപ്പോൾ 4,500 crores, 4,500 കോടിയാണ് വീട്ടിന്റെ എന്തുവാ വില. 27 നില, അതിൽ 3-4 കാർ പാർക്കിംഗ് ആണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീട് ഉദ്ഘാടനത്തിന്, ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 2010, ഈ വീട് ഉദ്ഘാടനത്തിന് സ്വന്തം സഹോദരനെ വിളിക്കാൻ എന്ത് ചെയ്തില്ല? പറ്റിയില്ല. ഉടക്ക്. എന്താ സന്തോഷം? ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈക്കിൾ ജാക്സൺ. അല്ലേ, ലോകം നേടി, ഉറങ്ങാൻ പറ്റുന്നില്ല. 51 വയസ്സേ ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റാത്ത കൊണ്ട് ആശുപത്രിയിൽ സർജറിക്ക് കൊടുക്കുന്ന അനസ്തറ്റിക് മെഡിസിൻ ഡോക്ടറിന്റെ അടുത്ത് അത് യാചിച്ച് ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഓവർഡോസായാണ് 51 വയസ്സിൽ മരിച്ചത്. ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്തിലെ ആൾക്കാർ പലരും നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. എന്ത് പറയുന്നു? കം ആൻഡ് ഫോളോ മീ, കം ആൻഡ് ഫോളോ മീ. അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില ലോകപ്രകാരമായ നേട്ടങ്ങൾ കൊടുക്കാം, പക്ഷെ നിങ്ങളുടെ സ്വന്തം ജീവിതം മാറ്റിയെടുക്കാൻ എന്തില്ല? ശക്തിയില്ല. That is why Christ is saying, you come and follow me.
ഞാൻ വേറെ മറ്റേ യോഹന്നാനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ബൈബിളിലുള്ള യോഹന്നാൻ, കർത്താവിൻ്റെ ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ. ഈ അപ്പോസ്തലനായ യോഹന്നാൻ്റെ സ്വഭാവം എങ്ങനത്തെ സ്വഭാവമായിരുന്നു അറിയോ? അവനും എങ്ങനത്തെ ആളാ? പെട്ടെന്ന് ദേഷ്യം. ആൾക്കാരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി കൊല്ലാൻ പറയുന്ന പാർട്ടികളാണ്. എന്നാൽ ഈ വ്യക്തിക്ക് പിന്നെ എന്തോ പേരെന്നറിയോ? അപ്പോസ്റ്റൽ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റലൻ. ജീവിതം മാറ്റി. I tell you brothers, see, ഞാൻ കർത്താവ് ഈ ആഹ്വാനം ചെയ്യുമ്പോൾ, എന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ, he wants to come into your life, not just be your God, but he also wants to be the king of your life. He wants to be the king of your life. Meaning, അവൻ്റെ കയ്യിൽ നിങ്ങൾ അവൻ്റെ വാക്കുകൾ കേട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. ഞാൻ പലപ്പോഴും ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തുണ്ടായിട്ട് എന്ത് പ്രയോജനം? I don't know whether you heard about this a few years ago. I think just എൻ്റെ മെമ്മറിയിൽ ഇപ്പം ഫ്രഷാണ്. ഓക്കെ, AI ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ the world's top 500 people ഒരാളാണ്, ഒരു പെണ്ണ്. She was the CEO of a company in Bangalore. She was considered as one of the 100 women in this field. അവളുടെ പഠിത്തമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്തുണ്ടായിട്ട് എന്തോ പ്രയോജനം? അവളുടെ 5 വയസ്സ് കുഞ്ഞിനെ തലോണ വെച്ച് അവൾ തന്നെ സഫക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്തു? കൊന്നിട്ട് വണ്ടിയുടെ പിന്നെ ഗോവയെന്ന് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ട് അവൾ ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്ത് വരാൻ ശ്രമിച്ചു. ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തുണ്ടായിട്ട് എന്ത് പ്രയോജനം? If your life is not transformed, if your inner life is not transformed, I tell you, family life ആകട്ടെ, അല്ലെങ്കിൽ your corporate life, നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ആ ജീവിതം, മക്കൾ, നാളെ നിങ്ങൾക്ക് വിവാഹമായി മക്കളുണ്ടാകും, ആ മക്കളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാത്തിനും ഞാൻ പറയട്ടെ, എന്താവശ്യം എന്നറിയോ? Your life needs to be what? Transformed. And that is why Christ said, you come and what? Follow me. ഞാൻ പറയട്ടെ, വന്നപ്പോൾ എങ്ങനെയാ വന്നെന്നറിയോ? ഇവരെല്ലാവർക്കും ഇഷ്ടം പോലെ കുറവുകളുണ്ടായിരുന്നു. ഞാനിപ്പം പറയട്ടെ ദൈവമക്കളെ, യങ് പീപ്പിൾ, ഐ വോണ്ട് ടു സേ, ഇതൊരു നല്ല പ്രായമായിട്ടോ, നല്ലൊരു പ്രായമാണ്. ജീവിതത്തിൻ്റെ ഈ സമയത്ത് നിങ്ങൾ ഈ കർത്താവിനെ അനുഗമിച്ച് തുടങ്ങിയാണ്ടല്ലോ, വലിയ അബദ്ധങ്ങളിൽ വീഴാതെ എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. മറ്റവരുടെ അബദ്ധങ്ങൾ നിങ്ങൾക്കും സംഭവിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഹി സേസ് യു കം, ലെറ്റ്സ് വർക്ക് ഇറ്റ് ടുഗെദർ. ഇനി കർത്താവിൻ്റെ അടുത്ത് വരാൻ കർത്താവ് എന്നും പറയുന്നില്ല നിങ്ങളെല്ലാം മാറിയിട്ട് വരാൻ കർത്താവ് പറഞ്ഞ, ഉള്ളതുപോലെ വരാനാണ് കർത്താവ് പറഞ്ഞത്. ഉള്ളതുപോലെ വാ, ഐ വിൽ ചേഞ്ച് യു. That was his invitation. When he said, no, come and follow me, he said, I will transform your life. Secondly, ഞാൻ വേറൊരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Secondly, നമുക്ക് കാണാൻ പറ്റുന്നത്, you know what? രണ്ടാമത്തെ എൻകൗണ്ടറാണ്. ലൂക്ക് ചാപ്റ്റർ 5 1 to 11 മാത്യു 4:19 വായിക്കുന്നത് സെയിം സംഭവമാണ്. ഈ സംഭവം നമുക്കറിയാം. പത്രോസ് മീൻ പിടിക്കുന്ന ആ സ്ഥലത്ത് എന്ത് ചെയ്യുക? രാത്രി മൊത്തം മീൻ പിടിക്കാൻ ശ്രമിച്ചു, ഒന്നും എന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. കർത്താവ് അവിടെ പോയി, കർത്താവ് ഇവനോട് സംസാരിച്ചു തുടങ്ങി. കർത്താവ് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? മീൻ പിടിക്കാൻ പോകാം. മീൻ പിടിക്കാൻ പോയി, ഇഷ്ടംപോലെ എന്ത് ചെയ്തു? മീൻ ലഭിച്ചു. എന്നിട്ട് ഒരു കാര്യം അവിടെ സംഭവിച്ചട്ടോ. എന്താ സംഭവിച്ചത്? 2 നിറച്ച് ബോട്ട് നിറച്ച് മീന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ പ്രതികാരം എങ്ങനെയായിരുന്നു? എന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ? പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, എന്നെ അനുഗമിക്കുവാൻ വേണ്ടി വിളിക്കുന്ന ഈ വ്യക്തി
അവന്റെ ആ വിശുദ്ധിയുടെ മുമ്പിൽ എനിക്ക് എന്തില്ല, നിൽക്കാൻ പോലും എന്തില്ല, ഒരു അധികാരമില്ല, ഒരു അവസ്ഥയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവൻ സമ്മതിച്ചു എന്തെന്ന്, ഞാനൊരു പാവിന്ന്. പക്ഷെ ഉണ്ടല്ലോ, ഈ പാവിയായ ഈ മനുഷ്യനോടാണ് ദൈവം എന്ത് പറഞ്ഞത്? ഐ വിൽ സെൻഡ് യു ഔട്ട് ടു വാട്ട്? ഫിഷ് ഫോർ പീപ്പിൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലേ, ദൈവം ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ ദൈവം വിളിക്കുന്നതിൻ്റെ പിന്നിൽ എന്തോന്നറിയോ? ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്തോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒരു പേനയുണ്ടോ? പേനയുണ്ടോ? ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പേന ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണോ ഇതിൻ്റെ ഉദ്ദേശം അവർ കണ്ടെത്തിയത്? എന്താ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചിന്തിച്ചത്? എന്താ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെയും ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെയും വ്യക്തമായി ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ രീതിയിൽ ഉണ്ടാക്കിയത്. അഗ്രി? അഗ്രി? ഓക്കെ. ദൈവം നിങ്ങളെ ഉണ്ടാക്കിയപ്പോയോ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നതെന്നും പറഞ്ഞു, ദൈവത്തിന് വേറെ പണിയില്ലേ? ഒന്നാമത് 8.3 ബില്യൺ എങ്ങാണ്ട് എവിടെ ഉണ്ട് ഈ ലോകത്തിൽ? ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും ഞാനും കൂടെ ചേർത്ത് വെച്ചിട്ട്. See, sometimes you know what I tell you, നമ്മളിപ്പോൾ എന്തോ പറഞ്ഞു, ചിലപ്പോൾ ഈ ക്യാമ്പിന് പോലും നിങ്ങൾ വന്നത് ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ വന്നവരുണ്ടോ? കുഴപ്പമില്ല, ചുമ്മാ എന്ത് ചെയ്താ, എൻ്റെ കൂട്ടുകാരൊന്ന് വിളിച്ചതാ, ചുമ്മാ ഒന്ന് പോയിട്ട് വരാം. ഞാൻ ഒരു കാര്യം പറയാം, ദൈവം ഒരിക്കലും ഒരു കാര്യം ചുമ്മാ ചെയ്യുന്ന ദൈവം അല്ല, വെറുതെ ചെയ്യുന്ന ദൈവമല്ല. അങ്ങനെ ആയെങ്കിൽ നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ലോകത്തിൽ നിങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെയും നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടെന്നുള്ളതും അവൻ എന്ത് ചെയ്യുന്നു? ആർക്കറിയാം? അപ്പനമ്മയ്ക്കറിയാമോ? ഞാൻ ചോദിക്കട്ടെ, അപ്പനമ്മയ്ക്കറിയാമോ? ഞാൻ പറയട്ടെ, ലോകത്തിൽ വലിയ കരിയർ ഗൈഡൻസ് കൊടുക്കുന്നവരുണ്ട്, അവർക്കറിയാമോ? ടെൽ മീ, അറിയാമോ? ഇല്ല. നിങ്ങളുടെ കൂട്ടുകാർക്കറിയാമോ? Nobody knows. Only the one who created you knows why you have been created. അതുകൊണ്ടാണ് ആരോട് പറഞ്ഞത്? ശിമോൻ പത്രോസിനോട് പറഞ്ഞത്, എടാ മോനെ, നിന്റെ ജീവിതം ഇവിടെ മീൻ പിടിച്ച് ജീവിക്കാനുള്ളത് അല്ല. Then God revealed, നിന്നെ കൊണ്ട് എനിക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ട്. നീ എൻ്റെ കൂടെ ചേർന്ന് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ഞാൻ പറയട്ടെ, അപ്പൊ ഫസ്റ്റ് തിങ് ഐ സെഡ് ഈസ്, why is Christ calling you to become his disciple? Number one is what? Life transformation. He wants to change your life. Second, he wants to help you understand what? Life purpose. ഞാൻ പറയട്ടെ മക്കളെ, ലൈഫിൽ നമ്മുടെ പർപ്പസ് എന്താന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെയും പറയാം, എന്ത് കിട്ടിയിട്ടും ഒരു സംതൃപ്തി ഉണ്ടാകത്തില്ല. എന്ത് ലഭിച്ചാലും, 6 ഫിഗർ സാലറി ആയാലും അതിൽ കൂടുതലായാലും എന്ത് കിട്ടത്തില്ല? ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ആ ഫുൾഫിൽമെന്റ് ലഭിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ദൈവം പറയുക, നീ എൻ്റെ ശിഷ്യനായി തീരുക, എൻ്റെ കൂടെ നീ നടന്ന് തുടങ്ങുമ്പോൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്താം നിന്നെ കൊണ്ട് എന്താണ് സാധിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ? ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ പേനയും കൊണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ പേന എന്തിനു വേണ്ടിയുള്ളതാ? ഉറപ്പാണോ? എഴുതാൻ വേണ്ടിയുള്ളതാണോ? അതിനു വേണ്ടിയാണോ? ഈ പേനയും കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പലതും ചെയ്യാൻ പറ്റും. എന്തൊക്കെയാ? കാതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മുതുക് ചൊറിയാം. അല്ലെങ്കിൽ വേറെ എന്തുവാ? ദേഷ്യം കയറിയ വല്ലവനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ദേഷ്യം വന്നാൽ ഇവിടുന്ന് എടുത്ത് എന്ത് ചെയ്യാം? എറിയാം. എന്തൊക്കെയോ ചെയ്താലും, പക്ഷെ ഈ പേന ഉണ്ടാക്കപ്പെട്ടത് എന്തിനു വേണ്ടിയുള്ളതാ? എഴുതാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ
കർത്താവ് വിളിക്കുന്നത്, മോനെ നീ വാടാ, നിന്നെക്കുറിച്ച് ഞാൻ പറയട്ടെ, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അല്ലേ, നമുക്കൊക്കെയും ഭയങ്കര ആകാംക്ഷയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞേ, ഫ്യൂച്ചറിനെ കുറിച്ച്. കാരണം ഈ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആകാംക്ഷ നമുക്ക് വരാനുള്ള കാരണം എന്തോന്നറിയോ? എന്തുവാ പറഞ്ഞേ, നിങ്ങൾ പറ. Why do we really worry about future? Not predictable. That's one thing. രണ്ടാമത് എന്തോ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകത്തിൽ എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, കോവിഡ് വന്നപ്പോണ്ടല്ലോ, കോവിഡിന് മുമ്പേ പലരും ചിന്തിച്ചു ഈ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല എന്തുവാ സ്കോപ്പുണ്ട്. പക്ഷെ ഒറ്റ മനുഷ്യനും ചിന്തിച്ചില്ല ഒരു 3-4 വർഷം എന്താകും, ഈ സ്കോപ്പൊക്കെ എന്താകും. പലരും കോളേജിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ 3 വർഷം കോളേജിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, പോകാത്ത പാർട്ടികളുണ്ട്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, ജോലിയുണ്ടോ? ഹലോ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മക്കളെ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് എനിക്കറിയാം. യു സ്റ്റാർട്ട് വാട്ട്? ഫോളോയിങ് മീ. He wants to give you your life's purpose. I just want to conclude here by telling you this illustration about ഈ തിരുനെൽവേലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തമിഴ്നാട്ടിൽ സൗത്തിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അയർലൻഡിൽ നിന്ന് ഒരു സഹോദരി വന്നു. ഷി കെയിം ഫ്രം അയർലൻഡ്. വന്നത് എന്തിനാന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടിയാണ്. 20-23 വയസ്സൊക്കെ കാണുള്ളൂ ഇപ്പോൾ. വന്നു കഴിഞ്ഞ് ഇവള് ഭയങ്കര താല്പര്യം എന്തോ പറഞ്ഞാൽ ഇവക്ക് ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും പോയി കുതിരയുടെ മുകളിൽ പോകാനാണ് താല്പര്യം. കുതിര മഹലിൽ കൂടെ പോയി എല്ലാ ഗ്രാമങ്ങളിലും എന്ത് ചെയ്യുക, സുവിശേഷം അറിയിക്കണം. അതിനുവേണ്ടി ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തു. ഇവളെ പോലെ 2-3 സിംഗിൾ വിമൻ മിഷണറീസ് ഒന്നിച്ച് കൂട്ടി ഇങ്ങനെ യാത്ര ചെയ്യുക. ഒരു രാത്രി, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു രാത്രി ഇവൾ താമസിക്കുന്ന വീട്ടിൽ ഒരു കൊട്ട് കേൾക്കുന്നു. തുറന്ന് നോക്കിയപ്പോൾ ഒരു 7-8 വയസ്സുള്ള ഒരു പെങ്കൊച്ച്. അവളുടെ പേര് പ്രേരണ. അപ്പം അവൾ ഈ സായിപ്പ് അമ്മച്ചിയല്ല സാഹിബ് ആ സഹോദരിയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പം ഈ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ പെങ്കൊച്ച് പറഞ്ഞു, എന്നെ എൻ്റെ അപ്പനും അമ്മയും ഈ അമ്പലത്തിലോട്ട് വിറ്റതാണ്. ദേവദാസി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഡാൻസ് ഗേൾസ് ആയിട്ട് അമ്പലത്തിൽ കൊണ്ട് പെമ്പിള്ളാരെ വിടും. അവിടെ ദേ വിൽ ബി എക്സ്പ്ലോയിറ്റഡ്. ഈ ഹൈ കാസ്റ്റ് ആൾക്കാരൊക്കെ കൊച്ചു പിള്ളേരെ അവരെ എന്തോ പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ലിറ്ററലി ദേ വർ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം ആ രീതിയിൽ വിടപ്പെട്ട ഒരു കുഞ്ഞ് രാത്രി ഓടി രക്ഷപ്പെട്ട് ഈ സഹോദരിയുടെ വീട്ടിൽ തട്ടി. അപ്പോൾ ആ സഹോദരി ആ കുഞ്ഞിനെ അകത്തെടുത്തു. ഇങ്ങനെ ഒരു അടുത്ത 4 മാസത്തിനകത്ത് ഇങ്ങനത്തെ 3-4 പിള്ളേർ ഓടി രക്ഷപ്പെട്ട് ഈ അമ്മയുടെ അടുത്ത് വന്നു. 23 വയസ്സേ ഉള്ളൂ ഇവക്ക്. ഞാൻ പറയുന്ന ഈ ഐറിഷ് ലേഡിക്ക് 23 വയസ്സേ ഉള്ളൂ. 23 വയസ്സുള്ള എത്ര പേരുണ്ട് ഇവിടെ? 23, അറൗണ്ട് 20, റൈറ്റ്? ഞാൻ പറയട്ടെ, അപ്പോൾ ഈ സഹോദരി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇവിടെ വന്നത് നിന്റെ വേല ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഈ 4 പെമ്പിള്ളാരെ എൻ്റെ വീട്ടിൽ നീ കൊണ്ടുവന്ന് വിട്ടത് എന്തിനാ? എനിക്ക് പണ്ടത്തെ പോലെ ഒന്നും ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സുവിശേഷ വേലയ്ക്ക് പോകാൻ പറ്റില്ല. പിഞ്ചു പിള്ളേരല്ലേ, ഇവരെ നോക്കാൻ ആൾ വേണ്ടേ? അപ്പോൾ ഈ സഹോദരി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം അവളോട് പറഞ്ഞത്, ഈ പിള്ളേരുടെ അമ്മയായിട്ട് നീ ജീവിക്കുക. സ്റ്റോറി ചുരുക്കമായിട്ട് പറയട്ടെ, 60 വർഷം ഈ തിരുനെൽവേലിയിൽ 60 വർഷം 2000-ൽ കൂടുതൽ പെമ്പിള്ളാരുടെ അമ്മയായിട്ട് ഇവള് ജീവിച്ചു. ടോക്കിംഗ് അബൌട്ട് ഏമി കാർമൈക്കൽ.
അപ്പം അവക്ക് ഇതാണ് ലൈഫ് പർപ്പസ് എന്നുള്ളത് ആരാ പറഞ്ഞു കൊടുത്തത്? ആരാ? മക്കളെ, ഞാൻ പറയട്ടെ, the reason why God calls you to be his disciple is for certain clear plan and purpose. ഒന്ന്, നമ്മുടെ ജീവിതം എന്ത് ചെയ്യും? മാറ്റിയെടുക്കും. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിന് എന്ത് കൊടുക്കും? ഒരു പേർപ്പസ് കൊടുക്കും. ഞാൻ പറയട്ടെ, ഇന്ന് ചിലപ്പോൾ ഈ അംബിഷൻ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലോ. കൊച്ചു പിള്ളേരുടെ അടുത്തൊക്കെ പണ്ട് ചോദിക്കായിരുന്നു, വാട്ട് ഈസ് യുവർ അംബിഷൻ? ഞാനൊക്കെ എടുത്തെടുപ്പിന് പറയാറുണ്ട് ഡോക്ടർ. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാറുള്ളത്? ഒന്ന് സെക്കൻഡ് എഞ്ചിനീയർ, മൂന്നാമത്തെ പൈലറ്റ്, പിന്നെന്തുവാ? പോലീസ്, ടീച്ചർ. മക്കളെ, ഇതൊക്കെ തൊഴിലാ, ഇതല്ല ജീവിതം. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ ജീവിത മാർഗം മാത്രമേ ഉള്ളൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ലൈഫ്സ് പർപ്പസ്. ബാങ്കർ ആകാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാ, ഇതൊക്കെ എന്തുവാ? ഇറ്റ് ഈസ് ഓൺലി ലൈവ്ലിഹുഡ്. ഇറ്റ് ഈസ് നോട്ട് ലൈഫ്. വാട്ട് ഈസ് ലൈഫ് ക്യാൻ ബി ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ടു യു ഓൺലി ബൈ whom? Your Creator. ആ ദൈവമാണ് വിളിക്കുന്നത്, എന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കം ആൻഡ് ഫോളോ മീ. ഹാവ് യു ടേക്കൻ ദറ്റ് ഡിസിഷൻ? ഞാൻ എത്രേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ഇതുവരെ ഞാൻ പറയട്ടെ, ഞാൻ ആ ചോദ്യം ആദ്യമേ ചോദിച്ച് നിങ്ങളെ എഴുതിപ്പിച്ചായിരുന്നു. കർത്താവിനെ ഇതുവരെയും ഇവരെല്ലാം, ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് ആ ഒരു സ്ലൈഡ് മാത്രം ഇട്ടിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വി ആർ ഡൺ ത്രൂ ദാറ്റ്. യു നോ വാട്ട്? ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പ്. ഷീമോൻ ഉണ്ടല്ലോ, കർത്താവ് വിളിച്ചപ്പോൾ അന്ന് തീരുമാനിച്ചതാണ്. എന്തോ പറഞ്ഞത്? കർത്താവ്, ഞാൻ ആരാണ്? ഒരു പാവിയാണ്. അടുത്ത ഒരു സമയം വന്നപ്പോൾ ശിമോൻ പറഞ്ഞു, നീയാണ് മെഷിയ. എന്നിട്ട് നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്തോ, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ശിമോൻ പറഞ്ഞത്, എവിടെ പോകും? ജീവന്റെ വാക്കുകൾ നിന്നിടത്തിലാണ്. സോ ഹി സെഡ്, ഐ വിൽ ബി യുവർ ഫോളോവർ. എന്തെങ്കിലും നഷ്ടം വന്നോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ശീമോനെ കുറിച്ച് നമ്മൾ കേൾക്കുമായിരുന്നോ? കേൾക്കുമായിരുന്നോ? ഇവിടെ ഏതെങ്കിലും ഒരു കടൽ തീരത്ത് കിടക്കുന്ന ഒരു എന്തുവാ മീൻപിടുത്തക്കാരനെ കുറിച്ച് നമ്മൾ എന്തിനാ അവിടെ 2025 എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്? യുനോ വാട്ട്, ഐ ഡിഡ് എ സെർച്ച്. യുനോ വാട്ട്, ക്രിസ്ത്യൻ നെയിംസിൽ one of the most loved names, you know what is that? Peter. Why? There is only one reason. He was willing to what? Follow Jesus when he called. ഇന്ന് രാവിലെ പ്രിയ ജോർജ് മാത്യു ഓർപ്പിച്ച പോലെ, വേറെ ഒരു സെലിബ്രിറ്റിയുടെ പിന്നിലും വേറെ ഒരു വ്യക്തിയുടെ പിന്നിലും നിങ്ങൾ പോയാലും ചതിയിലെ പെടുകയുള്ളൂ. But your life will not be transformed. You will not find out what? Your life's purpose. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ സെഷനിൽ ഒന്നും കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവമേ, ഞാൻ എന്തിനു വേണ്ടിയാണ് നിന്റെ പിന്നിൽ ഞാൻ നടക്കുന്നത്? കർത്താവ് എന്നെ വിളിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവ് എന്നെ ഒരു ശിഷ്യനായിട്ട് ഫോളോ ചെയ്യാൻ വിളിക്കുന്നത് ഞാൻ ആ ആഹ്വാനം സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവിനോടൊപ്പം നടക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വെറുതെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ലഭിച്ചുകൊണ്ട് ആവശ്യം വരുമ്പോൾ കർത്താവിൻ്റെ പിന്നിൽ ചെന്ന് കർത്താവേ എന്ന് വിളിക്കുന്ന സ്വഭാവമാണോ എനിക്കുള്ളത്? ഓർ ഡു ഐ ഹാവ് എ ലിവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം? ഈ ചോദ്യം നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, കർത്താവേ, നീ എൻ്റെ മെഷിയാവാണ്, എന്നെ സൃഷ്ടിച്ചവനാണ് നീ. എനിക്ക് വേണ്ടി ഒരു നല്ല പേർപ്പസ് നീ കരുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതം മാറ്റിയെടുക്കാനുള്ള ശക്തി നിനക്കുണ്ട്. ദൈവമേ, നിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അത് നമുക്ക് പറയാം. The Lord will take care of you. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയ സഹോദരൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ ഒരു
നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് വരുവാൻ അങ്ങ് ഇടയാക്കിയതല്ല അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപിതാവേ, അങ്ങയുടെ പുത്രമുഖാന്തരം ഞങ്ങളെ സ്നേഹിച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴം ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് പ്രിയദാസനിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയദാസനെ ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് അയച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കേണ്ടതായ ആ വചനം പ്രിയദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ അങ്ങയെ സ്തുതിക്കുന്നു. അത് ഞങ്ങളായിരിക്കുന്ന ഈ ലോകം അനേകം മിഥ്യകളുടെ പുറകെ മാത്രം ഓടുന്നതായിട്ടുള്ളൊരു ലോകം, പല അല്പനാളത്തേക്ക് മാത്രമുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്തു പോകുന്നതായിട്ടുള്ളൊരു ലോകം. അവിടെ നിന്നൊക്കെ ഞങ്ങളെയും വേർതിരിച്ച് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ പുത്രന്റെ ഫോളോവേഴ്സ് ആകുവാൻ ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് തിരഞ്ഞെടുത്തതിനാൽ സ്തോത്രം. എന്നാൽ അതൊക്കെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ അങ്ങുമായുള്ള സന്നിധിയിൽ ഇരുന്നു കൊണ്ട് എക്സാമിൻ ചെയ്തുകൊണ്ട് അത് കേവലം ഞങ്ങൾ വെറും ഫോളോവേഴ്സ് ആണോ, മറിച്ച് അങ്ങയിലുള്ള ശരിക്കുമുള്ള ഫോളോവേഴ്സ് ആണോ എന്ന് ഞങ്ങളെ തന്നെ എക്സാമിൻ ചെയ്ത് മാർക്ക് ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കുമാറാകണമേ. ആ രീതിയിൽ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് അത് ഞങ്ങളെ അങ്ങയുടെ വേലയിലേക്ക് എന്ത് ടൂൾ ആക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഞങ്ങളുടെ മനസ്സുകളെ അങ്ങ് രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ഈ ക്യാമ്പിനെ എത്രത്തോളം അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് വന്നിരിക്കുന്ന ഫാക്കൽറ്റീസിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 3 പേരെയും അങ്ങ് അനുഗ്രഹിച്ച് ആക്കിയിരിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന YMF-നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളുടെ മേലും അങ്ങ് ക്രമീകരിക്കുമാറാകണമേ. പ്രാർത്ഥനയും യാചനയോട് കേട്ടിരിക്കുക സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവനെ തന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ.